ജീപ്പ് പ്രകാശനും സുഗതനും ഉൾപ്പെടുന്ന സംഘം വളരെ ശ്രമിച്ചാണ് ജീപ്പ് മറിച്ചിട്ടത്. എന്നിട്ടും അവരുടെ കലി അടങ്ങിയില്ല. പെട്രോൾ ടാങ്കിൽ ജീപ്പ് കത്തിക്കാനായിരുന്നു സുഗതന്റെ അടുത്ത നീക്കം. അയാൾ അതിനുവേണ്ടി ശ്രമം തുടങ്ങിയതാണ്. പക്ഷേ ആ സമയം അവിടെ എത്തിയ ബാബു ആ ശ്രമത്തെ തടഞ്ഞു. ജീപ്പ് സാധാരണ ജീപ്പല്ല, പോലീസ് ജീപ്പാണ്. കത്തിച്ചാൽ പ്രശ്നം ഇവിടെ നിൽക്കില്ല. പോയവർ തിരിച്ചു വരും. ഇനി വരുന്നവർ വെറും കൈയോടെ പോകില്ല, അതുറപ്പ്. ബാബുവിന്റെ ഓർമ്മപ്പെടുത്തലിൽ മറ്റുള്ളവർ ഒന്ന് ശാന്തരായി. ശരിയാണ്, സർക്കാരിന്റെ പോലീസാണ്, അവർക്ക് വന്നേ മതിയാകൂ. മൊതയിലെ കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഇല്യാസിനെ കല്ലുവെട്ടാൻകുഴി റോഡിൽ വെച്ച് തടിയൻ എന്ന് വിളിപ്പേരുള്ള മോഹനൻ തടഞ്ഞു. അയാൾക്ക് അറിയേണ്ടിയിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോസ്റ്ററുകൾ കീർന്നത് ഇല്യാസ് ആയിരുന്നു എന്നായിരുന്നു. പക്ഷേ ഇല്യാസ് അത് എതിർത്ത് ഭീഷണി മുഴക്കിയതോടെ ഇരുവരും അടിപിടിയിലായി. കമ്മ്യൂണിസ്റ്റുകാരുടെ പുറം ചട്ടയായി നിൽക്കുന്ന തടിയൻ എന്നറിയപ്പെടുന്ന മോഹനെ ഒതുക്കുവാൻ കിട്ടിയ നല്ലൊരു അവസരമായി എതിർ പാർട്ടിക്കാർ ഈ സംഭവത്തെ വിലയിരുത്തി. അവർ ഇല്യാസിനെയും കൂട്ടി കടക്കൽ പോലീസ് സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായിരുന്ന മോഹനെ ധരിപ്പിച്ചു. പരാതിയും എഴുതി നൽകി. കോൺഗ്രസ് പാർട്ടി ശ്രീ കരുണാകരന്റെ നേതൃത്വത്തിൽ കേരളം ഭരിക്കുന്ന സമയമായിരുന്നു അത്. അതിനാൽ തന്നെ SI മോഹനന് മുകളിൽ നിന്നുള്ള സമ്മർദ്ദം വളരെ വലുതുമായിരുന്നു. അങ്ങനെ തടിയൻ എന്ന മോഹനനെ അറസ്റ്റ് ചെയ്യാനായി പോലീസ് മഫ്തി വേഷത്തിൽ ഒരു ജീപ്പിൽ കടക്കിൽ നിന്ന് പുറപ്പെട്ടു. ചിതറയിലെത്തിയ പോലീസ് സംഘം ഒരു ചെറിയ തട്ടുകടയിൽ മോരും വെള്ളവും വാങ്ങിക്കുടിച്ചുകൊണ്ട് കട ഉടമയോട് തടിയൻ മോഹന്റെ വീട് അന്വേഷിച്ചു. കടക്കാരൻ ചിതറ വഴി കല്ലുവെട്ടാൻകുഴി പോകുന്ന റോഡിലൂടെ മോഹന്റെ വീട്ടിലേക്കുള്ള വളഞ്ഞ വഴി പറഞ്ഞു കൊടുത്തു. എന്നാൽ തട്ടുകടക്കാരൻ ജീപ്പിൽ വന്നവർ പോയതോടെ കടയിലിരുന്ന ഒരു ചെറുപ്പക്കാരനെ വിളിച്ചു. ഉടൻ തന്നെ മോഹനന്റെ വീട്ടിലെത്തി അയാളെ തിരക്കി കുറച്ചുപേർ വരുന്നുണ്ടെന്നും അവർ പോലീസുകാരായിരിക്കാം എന്ന തന്റെ സംശയം അറിയിക്കണമെന്നും പറഞ്ഞ ശേഷം മോഹനന്റെ വീട്ടിലേക്ക് പോകാറുള്ള യഥാർത്ഥ വഴിയെ ആ ചെറുപ്പക്കാരനെ അയാൾ പറഞ്ഞയച്ചു. തടിയൻ മോഹനന്റെ വീട് ലക്ഷ്യമാക്കി പോയ പോലീസ് സംഘം ചുറ്റിക്കറങ്ങി തടിയൻ മോഹനന്റെ ഭാര്യയുടെ കുടുംബ വീടിന് മുന്നിലുള്ള മറ്റൊരു വീട്ടിലെത്തി. അങ്ങനെ എത്തുന്ന വിധത്തിലാണ് തട്ടുകടക്കാരൻ പോറ്റി വഴി പറഞ്ഞു കൊടുത്തത്. ആ സമയം കൊണ്ട് തട്ടുകടക്കാരൻ പറഞ്ഞയച്ച യുവാവ് മോഹനന്റെ വീട്ടിലെത്തി കാര്യങ്ങൾ പറയുകയും മോഹനൻ അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്തു. കാണുക യൂട്യൂബിൽ കഥാമൂവി എന്ന ചാനലിൽ ചിതറ സംഭവം.